മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായ പരാതികളിലെ അന്വേഷണം വൈകിപ്പിക്കുന്നതിൽ വിജിലൻസ് ഡയറക്ടർക്കെതിരെ കോടതി. പരാതി ലഭിച്ചിട്ടും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, ഇ പി ജയരാജൻ, ADGP ആർ ശ്രീലേഖ എന്നിവർക്ക് എതിരായ അന്വേഷണങ്ങൾ തുടങ്ങാൻ വൈകിയതിൽ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. തോട്ടണ്ടി ഇറക്കുമതിയിലെ അഴിമതി ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഫെബ്രുവരി 17-ന് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. തോട്ടണ്ടി ഇറക്കുമതിയിലെ അഴിമതി ആരോപണത്തിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായ ഹർജി പരിഗണിക്കവെയാണ് വിജിലൻസ് ഡയറക്ടറുടെ നടപടികളിൽ കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത്. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായ പരാതിയിൽ വിജിലൻസ് ഡയറക്ടർ ത്വരിത പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരുന്നു. ഇതേ പരാതിയാണ് കോടതി ഇന്ന് പരിഗണിച്ചത്. അന്വേഷണം ആരംഭിച്ചതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ പരാതിക്കാരൻ 3-ാം തവണ സമീപിക്കുമ്പോഴാണല്ലോ അന്വേഷണം തുടങ്ങിയത് എന്ന് കോടതി പ്രോസിക്യൂഷനോട് ആരാഞ്ഞു. മുൻമന്ത്രി ഇ പി ജയരാജനെതിരെയും ADGP ആർ ശ്രീലേഖയ്ക്കെതിരെയും ഡയറക്ടർക്ക് പരാതി ലഭിച്ചെങ്കിലും ഇതിലും അന്വേഷണം ആരംഭിച്ചത് വൈകിയാണെന്ന് വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജി എ ബദറുദ്ദീൻ ചൂണ്ടിക്കാട്ടി. ഇതാദ്യമായാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായ പരാതികളിൽ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുന്നത് വൈകിയതായി കോടതി വിമർശിക്കുന്നത്. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ഫെബ്രുവരി 17-ന് റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വിജിലൻസ് ഡയറക്ടർ സർക്കാരിന്റെ താളത്തിനൊത്ത് തുള്ളുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. UDF-കാരുടെ കേസെടുക്കാൻ മാത്രമേ വിജിലൻസിന് ആവേശമുള്ളൂവെന്നും ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ ആര് പരാതി കൊടുത്താലും ത്വരിത പരിശോധന നടപ്പിലാക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ വിജിലൻസ് സർക്കാരിൻ്റെ താളത്തിനൊത്ത് തുള്ളുകയാണ്. ഇപ്പം ഇ പി ജയരാജൻ്റെ കേസിൽ 42 ദിവസമായല്ലോ. എന്തുകൊണ്ടാണ് ഇതുവരെ പറയാഞ്ഞത്? എന്തുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുക്കാത്തത്? അപ്പം വിജിലൻസ് ആദ്യത്തെ ആവേശമൊക്കെ ഇപ്പം ഇവിടെ പോയി എന്നുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത്. അതോ UDF-കാരുടെ പേരിൽ നടപടിയെടുക്കുന്നതിന് മാത്രമേ ഉള്ളൂ താല്പര്യം? ത്വരിത പരിശോധന ആരപേക്ഷ കൊടുത്താലും ഇപ്പോൾ നടക്കുമല്ലോ. അന്നത്തെ ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവിട്ടത് പ്രതിപക്ഷ നേതാവ് കൊടുത്ത ഒരാക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് പിന്നെ അങ്ങനെയുള്ളൊരു ആക്ഷേപമൊന്നും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ അല്ല. വിജിലൻസ് സർക്കാർ വിലാസം സംഘടനയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് മുൻ MLA-യുമായ കെ ശിവദാസൻ നായർ, BJP ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ, ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ CR നീലകണ്ഠൻ, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ SR ശക്തിധരൻ എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.